Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് OnePlus Nord CE2 ആണ്. അപ്പോൾ OnePlus Nord CE കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആയിരുന്നു. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ വിലക്കുറവായ ഡിവൈസ്, അതായത് 20,000 to 25,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഇറങ്ങിയ ഒരു ഫോണായിരുന്നു OnePlus Nord CE. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ കവറേജും ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് വേർഷൻ OnePlus Nord CE2 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, OnePlus Nord CE2. അപ്പോൾ നമ്മുടെ കയ്യിലെടുത്ത് ബഹാമാസ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ ഇതൊരു ഏറ്റവും ചീപ്പസ്റ്റ് OnePlus ഡിവൈസ് എന്ന് പറയാം ഇന്ത്യയിൽ. ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 23,999 ആണ്, അതായത് 24,000 ആണ് 6GB റാം വേരിയൻറ്റിൻ്റെ വില. അതേപോലെ തന്നെ ഇതിലൊരു 8GB റാം വേരിയൻറ്റും ഉണ്ട്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 24,999. അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റായി ഇപ്പോൾ കിട്ടാവുന്ന OnePlus ഡിവൈസാണ് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷത്തെ ഡിവൈസ് കുറച്ചും കൂടി ചീപ്പറായി ഉണ്ടാവും, പക്ഷേ എങ്കിലും ഏറ്റവും പുതിയ ഫോണുകളിൽ ഏറ്റവും ചീപ്പസ്റ്റായ OnePlus ഡിവൈസാണ് ഇത് പറയാം. അപ്പോൾ രണ്ട് കളറിലാണുള്ളത്, ഗ്രേ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്ലൂ ഉള്ളത്. അപ്പോൾ സാർ വാല്യൂ നമുക്ക് കാണാം 1.023, ബോഡി സാറും 0.814 ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്ട്സും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് OnePlus Nord CE2ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് വേറൊരു സ്മോൾ ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കേസ് ആയിരിക്കും കിട്ടുന്നത്, സ്റ്റാൻഡേർഡ് കേസാണ്. പക്ഷേ ഇതൊരു കുറച്ചൊരു വ്യത്യസ്തമായൊരു കേസാണ്. ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടല്ലേ, ഒരു ഫ്രോസ്റ്റഡ് ഫിനിഷൊക്കെ ഉള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇവിടെ സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനാണ്, കുറച്ചധികം മാനുവൽ വാറൻറ്റി ഇൻഫർമേഷൻ. പിന്നെ റെഡ് കേബിൾ ക്ലബ്ബിലെ മെമ്പർഷിപ്പ്, പിന്നെ നോർഡിൻ്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. മാനുവലും വാറൻറ്റി ഇൻഫർമേഷൻ എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടുന്നത് മെയിൻ ഫോണാണ്. അപ്പോൾ ഫോൺ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ഫോൺ ബൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ബാക്കി എന്തൊക്കെയാണ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്, 65 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ വൂക്ക് അഡാപ്റ്ററാണ്. കണ്ടില്ല, 65 വാട്ട്. ഇത് സ്റ്റാൻഡേർഡ് OnePlus അഡാപ്റ്ററാണ്. ഇത് തന്നെയാണ് ഓപ്പോയിലും റിയൽമിയിലൊക്കെ വരുന്ന അതേ അഡാപ്റ്റർ. ഇൻഫാക്ട് സൂപ്പർ വൂക്ക് ഓപ്പോൻ്റെയാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്, USB ടൈപ്പ് A to Type C ചാർജിങ് കേബിളാണ് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഡേറ്റ സിങ്കിനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ OnePlus Nord CE2 ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേയാണ്, 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് റേറ്റ് കാണാം. ഇവിടെ സ്ക്രീൻ കളർ മോഡിൻ്റെ വിവിഡ് മോഡ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കാണാം, സ്റ്റാൻഡേർഡ് ഹയർ റിഫ്രഷ് റേറ്റ്. അപ്പോൾ മാക്സ് 90 Hz ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, നല്ല ടച്ച് റെസ്പോൺസാണ്, നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ, OnePlusൻ്റെ ഡിസ്പ്ലേ പൊതുവേ നല്ലതാവാറുണ്ട്. അപ്പോൾ ഇത്തവണയും നമുക്കൊരു നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും കുഴപ്പമില്ല. നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് യൂസേജ് ഒക്കെ നല്ലതാണ്. വലിയൊരു സൈസൊന്നുമല്ല. പിന്നെ ബാക്ക് പാനലിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. OnePlusൻ്റെ ലോഗോ ആണ്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇവിടെ ഡിസ്പ്ലേ നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് വോളിയം കീസ് കാണാം, അലേർട്ട് സ്ലൈഡർ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്ക് വോളിയംസ് ഇതിൻ്റെ മുകളിലുള്ള സിം ട്രേ ഒന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, ഒരു 2 സിം കാർഡും ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയ SD കാർഡ് സ്ലോട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണെന്ന് പറയാം. സാധാരണ OnePlus ഡിവൈസസിൽ അങ്ങനെ വരാറില്ല. പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടണാണ് വരുന്നത് റൈറ്റ് സൈഡിൽ. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്താണെങ്കിൽ നമുക്ക് USB Type C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് ഫീലൊക്കെ കുഴപ്പമില്ല, നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് വരുന്നത്. കാരണം വലിയൊരു ഹെവി ഡിവൈസ് എല്ലാം നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം OnePlus ഡിവൈസസ് എല്ലാം ഇപ്പോൾ കളർ OSലേക്ക് പോയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കളർ OS എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ട്, എങ്കിലും ഓക്സിജൻ OS ഓൾമോസ്റ്റ് ലൈക്ക് കളർ OS ആയി മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഇവിടെ Android 11 ഉള്ളൂ. അതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ്, ഡെഫിനറ്റ്ലി ഡിസപ്പോയിൻറ്റിങ് ആണെന്ന് പറയാം. കാരണം OnePlus പൊതുവേ ഒരു ബ്രാൻഡ് എന്താ പറയുക, നല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഫാസ്റ്ററായിട്ട് തരുന്ന ഒരു ഫോണാണ്. പക്ഷേ ഇവിടെ നമുക്ക് Android 11 വേർഷനുകളിൽ, ഇൻഫാക്ട് OnePlus 9 RTയിലും
ആൻഡ്രോയിഡ് 11 ഉണ്ടായിരുന്നുള്ളൂ, അതൊരു ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് Dimensity 900 ഒക്ടോകോർ പ്രോസസ്സറാണ്. 6GB ഓഫ് റാമും 120GB ഓഫ് സ്റ്റോറേജുമാണ് വരുന്നത്. Dimensity 900 അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്, കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, നല്ല പവർഫുള്ളാണ്. പിന്നെ നമുക്കിവിടെ OnePlusൻ്റെ ഓക്സിജനോയിസ് ആണ് വരുന്നത്. അപ്പോൾ ഓക്സിജനോയിസിൻ്റെ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലറായി കിട്ടുന്ന ഓപ്ഷൻസ് അല്ലാണ്ട് കൺവീനിയൻസ് ടൂൾസ് ഉണ്ട്, അതേപോലെ നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഫിംഗർ പ്രിൻറ്റ് ആനിമേഷൻ, പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ല, ആംബിയൻ ഡിസ്പ്ലേ, അതേപോലെ ഹൊറൈസൺ ലൈറ്റ്, ഫോൺസ് ആൻഡ് സ്റ്റൈൽസ്, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു സാധാരണ കളർ വോയിസിൽ കാണുന്ന അതേപോലെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 64 മെഗാപിക്സൽ പ്രൈമറി സെൻസറും 8 മെഗാപിക്സൽ അൾട്രാ വൈഡും പിന്നെ അതേപോലെ തന്നെ മാക്രോ സെൻസറുമാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K വരുന്നുണ്ട്. 4K ആണ് മാക്സിമം റെസൊല്യൂഷൻ സപ്പോർട്ട്. 4K at 30 FPS സപ്പോർട്ടുള്ളൂ. 1080p റെസൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് 1630 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് മോഡ് ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ്, ഫോട്ടോസ്, പോർട്രേറ്റ്സും. പിന്നെ അഡീഷണൽ മോഡ്സ് പറഞ്ഞാൽ മാക്രോ മോഡ് ഉണ്ട്, എക്സ്ട്രാ HD, എക്സ്പേർട്ട് മോഡ്, ഡ്യുവൽ വീഡിയോ മോഡ്, ഇങ്ങനെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ നൈറ്റ് മോഡും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതൊക്കെയാണ് OnePlus Nord CE 2 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഫോട്ടോസ് വന്നിരിക്കുന്നത്. എങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് അനലൈസ് ചെയ്തിട്ട് ഞാൻ ക്യാമറയെക്കുറിച്ച് പറയാം. ഉടൻ തന്നെ ഞാൻ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് ബാറ്ററി എന്ന് പറഞ്ഞാൽ 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ഡെഫിനറ്റ്ലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ചാർജ് ചെയ്യേണ്ടതാണ് സാധാരണ, അല്ലെങ്കിൽ എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ചാർജിങ് പെർഫോമൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE 2ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഡിവൈസിൻ്റെ വില 23,999 24,999 രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. അതേപോലെ തന്നെ 2 കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നൗ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.